ആരാണ് ഈ താപ്പാനയ്ക്ക് മുകളിലുള്ള താപ്പാന? മുരാരി ബാബുവിന് നിർദ്ദേശം നൽകുന്ന ആരാണ്? അതാണ് അറിയേണ്ടത്. അത് ഇപ്പോൾ SITക്ക് ആ വിവരം കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ട് മുരാരി ബാബുവിൽ നിന്ന് തൽക്കാലം ഇനി പുതിയ വിവരങ്ങളൊന്നും കിട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയം നേരത്തെ നമുക്കറിയാം പോറ്റിയെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുക്കുന്നുണ്ട്. 14 ദിവസത്തേക്കാണ് അന്ന് കൊടുത്തത്. അപ്പോൾ പോറ്റിയെ കൊടുക്കുന്നതിനും അത്രയും വേഗം തന്നെ കൊടുക്കുന്നതിനും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതും അറിഞ്ഞിരിക്കുന്നു. പോറ്റിയും മുരാരി ബാബുവും ഇരുന്നുള്ള ചോദ്യം ചെയ്യലും കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിലവിൽ ഇനി വിളിപ്പിക്കുമ്പോൾ വന്നാൽ മതി എന്നുള്ളതാണ്, ഇനി വീണ്ടപ്പോൾ വിളിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ല, നിലവിൽ ഇപ്പോൾ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജയിലിലേക്കാണല്ലോ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മുരാരി ബാബു പ്രധാനപ്പെട്ട അറസ്റ്റാണ്. ഇനി അതിലും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് നീങ്ങുന്നു. അതിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. അടുത്ത അറസ്റ്റ് വരുമ്പോഴേ നമുക്കറിയാൻ കഴിയൂ. ആ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ബന്ധമുള്ള ആളിലേക്കാണോ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ അന്നത്തെ സർക്കാരിനെ കൂടി 2019 ഇപ്പോഴും ഇടതു സർക്കാർ തന്നെ അന്ന് സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ പ്രതിക്കൂട്ടിലാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ അന്നത്തെ മന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രതിക്കൂട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.